എഫാത്താ എഫാത്താ ഗലീലിലുയർന്ന വചനം. എഫാത്താ എഫാത്താ ഗലീലിലുയർന്ന വചനം. ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 38 മുതൽ 43 വരെയും 45, 47, 48 വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്തെ 2 ഭാഗങ്ങളായി നമുക്ക് കാണാം. ഒന്നാമത്തേത് നമുക്ക് എതിരല്ലാത്തവനെ കുറിച്ചുള്ള ഈശോയുടെ പഠിപ്പിക്കൽ, രണ്ടാമത്തേത് ഇടർച്ച നൽകാതിരിക്കുക എന്നുള്ള മറ്റൊരു പഠിപ്പിക്കൽ. ഒന്നാമത്തേത് തങ്ങളെ അനുഗമിക്കാതിരുന്ന ഒരുവൻ ഈശോയുടെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കുന്നത് കാണുന്ന ശിഷ്യന്മാർ അവരെ തടയുന്നു. എന്നാൽ ഈശോ അവരോട് പറയുന്നു, നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ് എന്ന്. ശിഷ്യന്മാർ തങ്ങൾക്ക് ചുറ്റും ഒരു വൃത്തം വരച്ച് പലരെയും അതിനെ പുറത്തു നിർത്തുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ അതേ വൃത്തം കുറെ കൂടെ വിസ്തൃതമാക്കിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാനായി, തന്റെ ഭാഗത്തേക്ക് എല്ലാവരെയും ചേർക്കുവാനായി ഈശോ പരിശ്രമിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം ഇടർച്ച നൽകാതിരിക്കുക എന്നുള്ള സന്ദേശമാണ്. ഇടർച്ച നൽകുക എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്കന്ദലിത്സേവോ എന്നാണ്. അതിന്റെ യഥാർത്ഥ അർത്ഥം തട്ടി വീഴാൻ ഇടയാക്കുക എന്നാണ്. എപ്പോഴൊക്കെ തട്ടി വീഴാൻ ഇടയാക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നാം ഇടർച്ചയ്ക്ക് കാരണമായി തീരുന്നുണ്ട്. ഇവിടെ 2 തരത്തിലുള്ള സന്ദേശങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നു, അപ്പോൾ മറ്റുള്ളവർ തട്ടി വീഴുവാൻ ഞാൻ കാരണമാകുന്നുണ്ട് എങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? രണ്ടാമത്തേത്, ഞാൻ തന്നെ തട്ടി വീഴുവാൻ ഞാൻ കാരണമാകുന്നുണ്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് യേശു ഉപയോഗിച്ചിരിക്കുന്ന ശൈലി അത്യുക്തിയുടെ ശൈലിയാണ്. ഹൈപ്പർബോളെ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാളും വസ്തുതകളെ പെരുപ്പിച്ചു കാട്ടി പർവ്വതീകരിച്ച് സംസാരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇടർച്ച നൽകാൻ കാരണമാകുന്നവൻ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നല്ലത് എന്ന് യേശു പറയുന്നത്. അതോടൊപ്പം ഞാൻ തന്നെ എനിക്ക് വീഴ്ചകൾക്ക് കാരണമാകുന്നുണ്ട് എങ്കിൽ എൻ്റെ വീഴ്ചകൾക്ക് കാരണമാകുന്ന അവയവങ്ങൾ വെട്ടിമാറ്റണം എന്ന് യേശു പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നതിന് വേണ്ടിയല്ല. ഇവിടെ യേശു അർത്ഥമാക്കുന്നത് പാപം ഒഴിവാക്കാൻ ചില കർശന നടപടികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ആവശ്യമാണ് എന്നാണ്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ, നിന്റെ പാദം നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ, നിന്റെ വീഴ്ചയ്ക്ക് എന്താണോ കാരണമാകുന്നത്, പ്രലോഭനങ്ങൾ വരുന്ന വഴി ഉറവിടം എവിടെയാണോ അവിടെയാണ് പരിഹാരം കണ്ടെത്തേണ്ടത് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിലൂടെ യേശുനാഥൻ തിരുത്തലുകൾ നമുക്ക് നൽകിയാണ്. ഒന്നാമത്തേത്, അപരൻ ഒന്നാമനാകുന്നതിനുള്ള വിഷമം. അത് നമ്മുടെ ജീവിതത്തെ തിന്മയിലേക്ക് നയിക്കുന്ന വഴിയാണെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഭൗതിക കാര്യത്തിൽ മാത്രമല്ല, ആത്മീയ കാര്യത്തിലും സംഭവിക്കാം. ആത്മീയ കാര്യങ്ങൾ ദൈവിക കൃപയോടുകൂടെ ചെയ്യുന്ന വ്യക്തികളെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആത്മീയ അസൂയ, അതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയുള്ള ഒരു തിന്മയാണ്. ഇതിനെ എങ്ങനെ നമുക്ക് മറികടക്കുവാൻ സാധിക്കും? ഒന്നാമത്തെ വായനയിൽ മോശ അതിന് നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. മോശ തനിക്ക് ലഭിച്ച ദൈവിക കൃപ 70 പേർക്കായി വീതിച്ചു നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സുന്ദരമായിട്ടുള്ള കാര്യം, ഈ 70 പേർ കൂടാരത്തിലായിരുന്ന് വിശുദ്ധിയോടുകൂടെ അവ സ്വീകരിക്കുമ്പോൾ ഈ കൂടാരത്തിന് വെളിയിലായിരുന്ന എൽദാദും മെദാദും തങ്ങളുടെ വിശുദ്ധി വഴി ഈ ദൈവിക കൃപ നേടിയെടുക്കുകയും അവരും പ്രവചിക്കുവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ജോഷുവ മോശയോട് പറയുന്നുണ്ട്, അവരെ നമുക്ക് തടയേണ്ടതുണ്ട്. മോശ പറയുന്നുണ്ട്, എന്തിന് തടയണം? എന്തിന് അസൂയപ്പെടുന്നു? ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കട്ടെ. സുവിശേഷം നാം കാണുന്നത് തന്നെയാണ്. ദൈവനാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ ശിഷ്യന്മാർ അസൂയയോടുകൂടെ അവരെ തടയുവാൻ യേശുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 സംഭവങ്ങളിലും മോശയും ഈശോയും
അതിനെ നേരിടുവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ വലുപ്പമുള്ളതാക്കി മാറ്റുന്നത് വഴിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളുടെ വൃത്തത്തെ ഓരോ ദിവസവും തിരുത്തി വലുതാക്കി വരയ്ക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതിന് നീ തടസ്സമാകരുത്, നിന്റെ കണ്ണ്, നിന്റെ കാല്, നിന്റെ കൈകൾ തടസ്സമാകരുത്. തടസ്സമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണും കാലും കൈകളും വെട്ടിക്കളയുവാൻ വേണ്ടിയല്ല യേശുനാഥൻ പറഞ്ഞത്. നമ്മുടെ ബന്ധങ്ങളുടെ വലയം ചെറുതാക്കാനുള്ള ഓരോ ശ്രമത്തെയും നീ ഒഴിവാക്കണം എന്നാണ് അർത്ഥം. എങ്ങനെ? നമുക്ക് ഈ 3 അവയവങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കൈ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? നമുക്ക് ചെയ്യുവാൻ വേണ്ടി, ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നൽകിയിട്ടുള്ളതാണ്. ആ ചെയ്യൽ, നൽകൽ നമ്മുടെ ജീവിതം സംഭവിക്കുന്നില്ല എങ്കിൽ വെട്ടിക്കളയണം, അതിനെ നീ ഒഴിവാക്കണം. എന്നിട്ട് കൈകൊണ്ട് ഓരോ ദിവസവും ചെയ്യുവാൻ നീ പരിശ്രമിക്കണം. രണ്ടാമത്തേത് കാല്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ വ്യർത്ഥമായ കാലടികൾ നമ്മൾ ഓരോ ദിവസം വെക്കുന്നുണ്ട്. ഈ വ്യർത്ഥമായ കാലടികളെ നിന്റെ ജീവിതത്തിൽ നിന്നും വെട്ടിമാറ്റി നന്മ ചെയ്യുവാൻ വേണ്ടിയുള്ള കാലടികൾ വെക്കുവാൻ വേണ്ടി യേശുനാഥൻ ആവശ്യപ്പെടുകയാണ്. മൂന്നാമത്തേത് കണ്ണ്. നമുക്കൊക്കെ 1000-ലധികം കണ്ണുകളുണ്ട്. മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താനുള്ള കണ്ണുകൾ. ആ കണ്ണുകളൊക്കെ ചൂഴ്ന്നെടുത്ത് നന്മ കാണുന്ന ഒറ്റ കണ്ണുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശുനാഥൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ട് 2ാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഇങ്ങനെയുള്ള തിന്മകൾ നിന്റെ ജീവിതം സംഭവിക്കുമ്പോൾ അവയെ ഓർത്ത് കരഞ്ഞ് നന്മ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുവാൻ. സുവിശേഷത്തിൽ നാം കാണുന്നതും അതുതന്നെയാണ്. നമ്മൾ കുറവുകൾ ചൂഴ്ന്നെടുത്ത് കളഞ്ഞാൽ മാത്രം പോരാ, കുറവുകളെ നന്മ കൊണ്ട് പരിഹരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. അതാണ് ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും ഒരു ദിവസം കൊടുക്കുവാൻ കഴിഞ്ഞാൽ നിന്റെ ബന്ധങ്ങളുടെ വലയത്തെ വലുതാക്കാൻ പരിശ്രമിക്കുന്നതിൻ്റെ തുടക്കമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അത് കൊടുക്കേണ്ടത് ക്രിസ്തുനാമത്തിലാണ്, നിന്റെ നാമത്തിലല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കാരണം നമ്മൾ ക്രിസ്തുവിന് ഉള്ളവരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൈകൾ ചെയ്യൽ, നമ്മുടെ കാലുകൾ കാലടികൾ, നമ്മുടെ കണ്ണുകൾ കാഴ്ചപ്പാടുകൾ അങ്ങനെ വിശുദ്ധമാക്കാം. ദൈവരാജ്യത്തിൽ വിശുദ്ധിയോടുകൂടെ എണ്ണപ്പെടുന്നതിന് വേണ്ടി ദൈവം നിങ്ങളെല്ലാവരെയും വചനത്തിൻ്റെ വലിയ രഹസ്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ തിരുത്തി ജീവിക്കുവാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.